ടു കണ്ടാട്ട വ്ളോഗ്സ്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കല്ലേ? അപ്പോൾ മുമ്പത്തെ വീഡിയോയിൽ കണ്ട ടിപ്പുകളൊക്കെ ഒരുപാട് പേര് നല്ല പോലെ ട്രൈ ചെയ്ത് നോക്കുന്നുണ്ടെന്നൊക്കെ അറിയാൻ വളരെ സന്തോഷം. അപ്പോൾ ഇന്നത്തെ ടിപ്പുകൾ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെയൊക്കെ വീടുകളിലുള്ള ഒരു ഐറ്റമാണല്ലേ ഫ്ലാസ്ക്. അപ്പോൾ ഈ ആൾക്ക് ചെറിയൊരു ഇടയ്ക്കിടയ്ക്ക് ഒരു പണി മുടക്കും. ഒരു എന്താണെന്ന് വെച്ചാൽ കുറച്ചൊക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ, വർഷങ്ങളൊക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആളുടെ ആ ഒരു ചൂടില്ലേ അതങ്ങ് കുറഞ്ഞു വരും അല്ലേ. അപ്പോൾ അതിന് വേണ്ടി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഇപ്പോൾ നമുക്ക് ഉപയോഗിക്കുന്നതിന് ഒരു 1-2 മണിക്കൂറൊക്കെ മുമ്പ് ഇതേപോലെ നല്ലപോലെ വെട്ടി തിളപ്പിക്കുക വെള്ളത്തിനെ. എന്നിട്ട് ഈ ഫ്ലാസ്കിലേക്ക് അങ്ങ് ഒഴിച്ചങ്ങ് വെച്ച് അടച്ചങ്ങ് വെക്കാം. എന്നിട്ട് നമുക്ക് എപ്പോഴാണോ, അതായത് നമ്മൾ ഉപയോഗിക്കാനായിട്ട് എടുക്കുന്നതിന് മുമ്പ് ഈ വെള്ളം കളഞ്ഞു കഴിഞ്ഞിട്ട് നമ്മുടെ ചായേനെ അങ്ങ് ചൂടോടുകൂടി അങ്ങ് ഒഴിച്ചു വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചായ കുറേ നേരമൊക്കെ നല്ല ചൂടോടുകൂടി തന്നെ കിട്ടും. ആളെ നമുക്കിങ്ങനെ ഒന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും. അതായത് നമ്മൾ ആ തിളച്ച വെള്ളം ഒഴിച്ച് വെച്ചിട്ടുള്ള ആ ചൂടും കൂടി ആകുമ്പോൾ ഫ്ലാസ്ക് നല്ല സെറ്റായിട്ട് വരും. അപ്പോൾ നമുക്ക് ഹോട്ട് ബോക്സിലും കാസറോളിലൊക്കെ ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ. നമ്മുടെ നെക്സ്റ്റ് ടിപ്പ് വന്നിട്ട്, നമ്മളെ വീട്ടിൽ ഇപ്പോൾ മഴ ആയിക്കോട്ടെ, അതേമാതിരി കുറച്ച് ഫ്രൂട്ട്സൊക്കെ മേടിച്ചുകൊണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഈച്ചകൾ ഒരു രക്ഷയില്ല അല്ലേ. അപ്പോൾ അതിന് മുമ്പ് ഞാനൊരു ടിപ്പ് ഇട്ടിട്ടുണ്ട്. ഇത് വേറൊരു ടിപ്പാണ് കേട്ടോ. അതേമാതിരി ഒരു ഡബ്ബ എടുക്കുക. ഡബ്ബയ്ക്കകത്ത് നമ്മൾ സാധാ നമ്മുടെ പച്ചവെള്ളം ഒഴിക്കുക. അതിലേക്ക് 1 ടീസ്പൂൺ നമ്മുടെ പഞ്ചസാര ചേർത്തിട്ട്, നമ്മുടെ കയ്യിലുള്ളത് പഴമാണെങ്കിൽ പഴം, പിന്നെ ആപ്പിളൊക്കെ ഇടണമെങ്കിൽ നല്ലതാണ് കേട്ടോ. ആപ്പിളിന് ആ ഒരു ഫ്ലേവറൊക്കെ ഇല്ലേ, അതേപോലെ ഗ്രേപ്സ് ഏതാണോ അതങ്ങ് ഇട്ട് വെച്ച് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. നമ്മൾ പഞ്ചസാരയൊക്കെ ഇട്ട് വെച്ചേക്കണല്ലേ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമ്മളിതാ ഇങ്ങനെ കുമ്പിളുത്താന്ന് പറയില്ലേ, അത് എന്താ പറയുക, അതേമാതിരി നമ്മൾ കപ്പലണ്ടിക്ക് വേണ്ടിയൊക്കെ ആക്കിയെടുക്കില്ലേ. അപ്പോൾ അതേമാതിരി ഒരു പേപ്പറിനാക്കിയിട്ട് നമുക്കൊന്ന് സെല്ലോ ടേപ്പ് ഒന്ന് വെച്ച് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ അതിൻ്റെ അറ്റത്തുള്ള ഇത് ചെറിയ ഇതായിരിക്കും, ഓട്ടയായിരിക്കും. അപ്പോൾ നമുക്കതിനെ ഭയങ്കരമായിട്ട് വലുതാക്കരുത്, ചെറുതായിട്ടൊന്നും കൂടി അങ്ങ് കട്ട് ചെയ്തിട്ട് ഈ ഒരു വലുപ്പത്തിലാക്കിയെടുക്കാം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഈ നമ്മുടെ ആ ഒരു സംഭവം ട്രാപ്പ് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ, ആ ബോട്ടിലിനകത്ത്, അപ്പോൾ ആ ബോട്ടിലിൻ്റെ ആ കഴുത്തില്ലേ, അതിൻ്റെ കുപ്പിയുടെ കഴുത്തില്ലേ, അത് ശരിക്കും നമ്മുടെ ഈ പേപ്പർ കവർ ചെയ്തിരിക്കുന്ന രീതിയിലാക്കണം കേട്ടോ. അതേപോലെ തന്നെ താഴെ അതിൻ്റെ വെള്ളം ഉണ്ടാവുമല്ലോ, അതിൽ മുട്ടും ചെയ്യരുത്. അപ്പം ഇങ്ങനെ നമുക്ക് കുറേ കുഞ്ഞീച്ചകളൊക്കെ നമുക്ക് പിടിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് നല്ല കിടിലൻ ടിപ്പാണ് കേട്ടോ. നമ്മളെല്ലാവരും ഉപയോഗിക്കുന്ന ഒരു കാര്യമാണല്ലേ നെയിൽ പോളിഷ്. അപ്പോൾ ഇത് നമ്മൾ കട്ട പിടിക്കാണ്ടിരിക്കാൻ നല്ല ടൈറ്റിലങ്ങ് അടച്ചു വയ്ക്കും ഉപയോഗിച്ച് കഴിഞ്ഞിട്ട്. പിന്നെ ഈ സാധനം പിന്നെ നമ്മൾ എടുക്കുമ്പോൾ തുറക്കാൻ വലിയ പാടാണ്. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, വാസ്ലിൻ ഉണ്ടാവുമല്ലോ, അത് ലേശം നമ്മുടെ ഒരു ബഡ്സിലെടുക്കുക. ബഡ്സിലെടുത്തിട്ട് നമ്മുടെ ഈ ഇതില്ലേ, നമ്മുടെ നെയിൽ പോളിഷിൻ്റെ അടപ്പ് തുറന്നു കഴിഞ്ഞിട്ട് അതിൻ്റെ ഉൾവശയില്ലേ അടപ്പിൻ്റെ അവിടെ നമുക്ക് ഈ വാസ്ലിൻ ഒന്ന് റബ്ബ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല സ്മൂത്തായിട്ട് ഈ സംഭവം നമുക്ക് തുറക്കാൻ പറ്റും. നമുക്ക് നല്ല ടൈറ്റായിട്ട് അടച്ചു വയ്ക്കാൻ പറ്റും. നമ്മുടെ നെയിൽ പോളിഷ് കട്ടയാവേ അങ്ങനെ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ. നല്ല സുഖമായിട്ട് തുറക്കാം. അല്ലെങ്കിൽ നമ്മൾ നല്ല പാടില്ല തുറക്കാനായിട്ട് തുണിയൊക്കെ വെച്ച് തുറന്ന് നോക്കും, ചില നേരം നമുക്ക് ഭ്രാന്ത് പിടിക്കും. ഇപ്പോൾ ഇതേ കണ്ട നല്ല ടൈറ്റ് ചെയ്ത് അടച്ചിട്ടുണ്ട്, പക്ഷേ സുഖമായിട്ട് നമുക്കൊന്ന് തുറക്കാനും പറ്റും. അപ്പോൾ ഇങ്ങനെ എല്ലാ നെയിൽ പോളിഷുകളും എടുത്തിട്ട് ഇങ്ങനെ ചെയ്തു വെച്ചോ. അതെന്താണെന്ന് വെച്ചാൽ, ഈ ഏരിയയിൽ ഈ നെയിൽ പോളിഷായിട്ട് കട്ടയും കൂടി പിടിച്ചാൽ പിന്നെ ഒട്ടും തുറക്കാൻ പറ്റില്ല. അതാണ്. അപ്പോൾ ഇങ്ങനെ വാസ്ലിൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അതങ്ങനെ നെയിൽ പോളിഷ് കട്ടയും പിടിക്കില്ല. അപ്പോൾ ഒന്ന് ചെയ്യാൻ നോക്ക് കേട്ടോ. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മുന്തിരിയുടെ സീസണാണല്ലേ. അപ്പോൾ നമ്മൾ മിക്കവരും ഇത് മേടിക്കും, വൈനിടലും കാര്യങ്ങളും ഒക്കെ ഓരോരുത്തർ തുടങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഈ മുന്തിരി മേടിച്ചിട്ട് നമ്മളത് എങ്ങനെ ഉപയോഗിക്കാനായിട്ട് ഒട്ടുമിക്ക ആൾക്കാർക്ക് അറിയായിരിക്കും. അതറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഷെയർ ചെയ്യണേ. അപ്പോൾ ഇതിലേക്ക് കുറച്ച് പച്ചവെള്ളം ഒഴിച്ച് കൊടുക്കുക, പിന്നെ ലേശം ഉപ്പിട്ട് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാനുള്ളത് മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ. ലേശം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് ഒരു അരമണിക്കൂർ വയ്ക്കാം. അപ്പോൾ നമ്മളും കഴിക്കും, കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കണമല്ലേ. അപ്പോൾ അതിൽ എന്തെങ്കിലുമൊക്കെ കെമിക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവരൊക്കെ അങ്ങ് പോകട്ടെ. അതിന് വേണ്ടിയാണ് കേട്ടോ നമ്മളിങ്ങനെ ചെയ്യണേ. എന്നിട്ട് ഒരു 2-3-4 പ്രാവശ്യം നല്ല വെള്ളത്തിൽ അങ്ങ് കഴുകി അങ്ങ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ മുന്തിരി നല്ല എന്താ പറയുക, അതിൻ്റെ അണുക്കളും കാര്യങ്ങളും ഒക്കെ പോയിട്ട്, ഇനിയിപ്പോൾ എന്തെങ്കിലും കെമിക്കലൊക്കെ അടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം നമുക്ക് അതിനാണ് നമ്മൾ മഞ്ഞൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ പോയി നല്ല ക്ലീനായിട്ട് നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് കഴിക്കാം. അതേപോലെ നമ്മൾ ഈ ഗ്രേപ്സ് എന്തായിക്കോട്ടെ, ഫ്രൂട്ട്സ് എന്തായിട്ടായാലും നമ്മൾ കേടാകാതിരിക്കാനായിട്ട് ഇതൊക്കെ വാഷ് ചെയ്ത് നമ്മൾ ഫ്രിഡ്ജിൽ കയറ്റി വെക്കും.
പിന്നെ നമ്മൾ ഇത് കഴിക്കാൻ നേരത്താണ് ഇത് ഓർക്കുക, അപ്പോഴാണ് നമ്മളിത് എടുക്കുക. അപ്പോൾ എന്ത് ചെയ്യുന്നല്ലേ, അപ്പോൾ പിന്നെ കുറേ നേരം വീണ്ടും വെയിറ്റ് ചെയ്യണം. അപ്പോൾ വെയിറ്റ് ചെയ്യേണ്ട, നമുക്ക് ചെറിയൊരു പണിയുണ്ട്. എന്താണെന്ന് വെച്ചാൽ വെള്ളം ചൂടാക്കുക. വെള്ളം നമ്മുടെ വിരലിട്ട് കഴിഞ്ഞാൽ കൈ പൊള്ളാത്ത രീതിയിൽ ഒരു ചെറു ചൂടുവെള്ളം എന്ന് പറയില്ലേ, അതേപോലെ ആക്കിയിട്ട് നമുക്കിതാ ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇപ്പോൾ വിചാരിക്കും അയ്യോ ചൂടുവെള്ളം ഒഴിച്ചാൽ ഇത് വേവില്ലേ എന്ന് വിചാരിക്കും. വേവൊന്നുമില്ല, ചെറു ചൂടുവെള്ളമാണ് നമ്മൾ ഒഴിക്കുന്നത് കേട്ടോ. എന്നിട്ട് ഇതാ അപ്പം തന്നെ നമുക്ക് ഇതിനെ അങ്ങോട്ട് കൈ വെച്ചിട്ട് തന്നെ ചൂടൊന്നുമില്ലല്ലോ കോരി അങ്ങ് എടുക്കാം. അപ്പോൾ കുഞ്ഞുങ്ങൾക്കൊക്കെ ആയാലും അവർക്ക് അത്ര ക്ഷമ ഉണ്ടാവില്ല. ഈ സംഭവം ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് തണുപ്പ് പോണ വരെ വെയിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ഷമ ഉണ്ടാവില്ല. അപ്പോൾ അതിങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിമിഷ നേരം കൊണ്ട് തന്നെ നമുക്ക് കുഞ്ഞുങ്ങൾക്കായാലും കൊടുക്കാം, നമുക്കായാലും കഴിക്കാൻ പ്രശ്നങ്ങളൊന്നുമില്ല. ഇതിപ്പോൾ ഇതിന് മാത്രമല്ല കേട്ടോ, ഏത് ഫ്രൂട്ട് ആയിക്കോട്ടെ, അതായത് അതിൻ്റെ തണുപ്പ് കളയാനായിട്ട് ഇങ്ങനെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സൂത്രപ്പണിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതാക്കണ്ട വെന്ത് പോവേ ഒന്നുമില്ല കേട്ടോ, അത് ചെറു ചൂടുവെള്ളം ആയതുകൊണ്ടാണ്. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ, അറിയാത്തവർ. നല്ല കിടിലൻ ടിപ്പാണ് കേട്ടോ. അപ്പോൾ ഇതാ ഇന്നത്തെ നമ്മുടെ ലാസ്റ്റ് ടിപ്പ് നമുക്ക് നോക്കിയാലോ. അപ്പോൾ നമ്മളൊക്കെ അടുക്കളയിൽ നേരമില്ലാത്ത സമയത്ത് ഏറ്റവും കിടന്ന് പെടാപ്പാട് പെടുന്നതായിരിക്കും ഈ പരിപ്പ് വേവിച്ചെടുക്കാൻ അല്ലേ. പെട്ടെന്നൊരു സാമ്പാർ വെക്കണം എന്ന് പറഞ്ഞാൽ ഈ സാധനം വേവിച്ചെടുക്കണയൊക്കെ വലിയ പണിയാണ്. അപ്പോൾ പരിപ്പ് നമ്മൾ കുതിർത്തി വെച്ചിരുന്നാൽ പോലും ഒരു 3-4 വിസിലാവാതെ ഈ സാധനം വെന്ത് കിട്ടില്ല. പക്ഷെ നമ്മൾ ഇന്ന് ഒറ്റ വിസിലാണ് പരിപ്പിനെ വേവിക്കാൻ പോണേ. അതെങ്ങനെയാണെന്നല്ലേ. അപ്പോൾ ഇതേ പരിപ്പിനെ കുതിർത്തിട്ടേക്കുന്നത് കഴുകി വാരി ഒട്ടും വെള്ളമില്ലാതെ എടുത്ത് മാറ്റിയങ്ങ് വെക്കാം. ഇനി നമുക്ക് നമ്മുടെ മിക്സിഡ് ജാറിനങ്ങ് പൊക്കാട്ടോ. ആളെ പൊക്കി ഇതിനകത്തോട്ട് നമുക്ക് പരിപ്പിനിട്ട് കൊടുക്കാം. പരിപ്പിനിട്ടിട്ട് നമ്മളൊന്ന് ഒരു 2-3 ഒരു കിറുക്കിരുന്ന് അങ്ങോട്ട് കാണിച്ച് ഇതിനെ അങ്ങോട്ട് ക്രഷ് ചെയ്ത് അങ്ങ് നമുക്ക് എടുക്കാം. അധികം വല്ലാണ്ട് അരച്ചൊന്നും എടുക്കേണ്ട. അതാ ഈ ഒരു പരുവത്തിൽ നമുക്ക് എടുക്കാം കേട്ടോ. ഇനി നമ്മളിതിനെ നേരെ കുക്കറിലോട്ട് തട്ടാൻ പോവാണ്. അപ്പോൾ ഇതെന്താണ് ഇങ്ങനെ ചെയ്യണമെന്ന് വിചാരിക്കേണ്ട. നമുക്ക് എന്തായാലും സാമ്പാറിനായാലും പരിപ്പ് കറിക്കൊക്കെ നല്ലപോലെ നമ്മൾ വേവിച്ച് ഉടച്ചെടുത്താലാണ് നമ്മൾ പരിപ്പ് കറിയൊക്കെ നല്ല രുചി ഉണ്ടാവുള്ളൂ അല്ലേ. അപ്പോൾ ഇതിങ്ങനെ അങ്ങ് ഇട്ടിട്ട് ഒരു പ്രാവശ്യം ചെയ്ത് നോക്കി, ഒരൊറ്റ വിസലിൽ നമ്മുടെ പണി എളുപ്പമാണ്. അപ്പോൾ ഇതേ കുക്കറിലേക്ക് നമ്മളതും വെള്ളവും ഒക്കെ ഒഴിച്ച് അതേപോലെ അതിലേക്ക് വേണ്ട വെളുത്തുള്ളിയും മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ മുമ്പ് ഞാൻ പരിപ്പ് വേവിക്കണം പുറത്ത് വരാതിരിക്കാനായിട്ട് പരിപ്പ് പയർ എന്തായാലും വേവിക്കണേൻ്റെ ഒരു ടിപ്പ് ഇട്ടിട്ടുണ്ട്. അത് കാണാത്തവർ ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. അപ്പോൾ ഇതേ ഒരൊറ്റ വിസലിൽ നമ്മുടെ പരിപ്പ് നല്ല എന്താ പറയുക, നല്ല ഫൈൻ പോലെ നല്ല വെണ്ണ പോലെ വെന്ത് നമുക്ക് അങ്ങ് കിട്ടും. പണിയും എളുപ്പമാണ് അല്ലേ. പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. കണ്ടോ, ഒരൊറ്റ വിസിൽ എടുത്ത് അതിൻ്റെ ആ ഒരു ഫുള്ള് പ്രഷറൊക്കെ പോയി കഴിഞ്ഞാൽ സംഭവം നല്ല അടിപൊളിയായിട്ട് നമുക്ക് വെന്ത് കിട്ടും. അപ്പോൾ നമുക്ക് എന്താണ് ഇന്നത്തെ ടിപ്പുകളൊക്കെ നമ്മുടെ ഇന്നിവിടെ തീരാണ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ടിപ്പും അതിന് മുമ്പത്തെ ടിപ്പുകളൊക്കെ ഇഷ്ടമായെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബായ്.